ഹംസ റളിയല്ലാഹു അൻഹു ഒരു ലൈലിന്റെ ലീഡർ ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും നിന്നിട്ട് വലിയ മക്കയിലേക്ക് വരികയാണ്, കഅബയുടെ ചാരത്തേക്ക് വരികയാണ്. അന്നവർ ചൊല്ലിയതെന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരിങ്ങനെ ലൈനായി പോന്നു. അന്ന് കാണികളായിട്ട് ഒരാളോ കൂട്ടത്തുനിന്ന് മാറിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, റാലി നമ്മൾ കാണികളാകേണ്ടവരല്ല, നമ്മൾ കൂടെ ചേരേണ്ടവരാണ്. അപ്പോ ഒരൊറ്റ സ്വഹാബിയും പിന്നെ ഞാനിതിന്റെ ചുരുക്കൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടില്ല. കാണികളായി നോക്കി നിന്നവർ അപ്പുറത്തുള്ളവരാണ്. അത് ഖുറൈശിയിലെ പലരുമാണ്, ശത്രുക്കളാണ്. അവർ വെറും കാണികളായതല്ല. എന്താണോ പറഞ്ഞത് കൊണ്ടുവരുന്ന് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്, വാക്കപ്പോൾ പാലിച്ചിട്ടുണ്ട്. ഞാൻ മുസ്ലിമിനെ കൊണ്ടൊരു മുഹമ്മദിനെ കൊണ്ടൊരു പറഞ്ഞല്ലേ പോകുന്നത്, അങ്ങനെ തന്നെ നടന്നു. തങ്ങളതാ കൊണ്ടുവരുന്നു. പക്ഷേ തങ്ങളെ കൊണ്ടുവന്ന ശൈലി മാറ്റമുണ്ട്. നേരത്തെ കൊണ്ടുവന്നത് തല അമുക്കണമെന്ന ദേശത്തിലാണെങ്കിൽ ഇപ്പോൾ വന്നതെങ്ങനെയാണെന്നോ, എന്റെ നേതാവിനെ തൊട്ട് കളിച്ചാൽ ഇനി ഉമർ വെറുതെ ഇരിക്കില്ല. ആർക്കാണടാ നിങ്ങളെ കൂട്ടത്തിൽ ധൈര്യമുള്ളത്? എന്റെ നേതാവിന്റെ ചാരത്ത് വന്ന് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു നോക്കടാ, ഞാൻ നിങ്ങൾക്ക് ആരാണെന്ന് കാണിച്ചു തരാമെന്ന ധീരതയോടെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വന്നു. പ്രിയമുള്ളവരെ, ആ ഉമർ തങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയായി മുത്തുനബി തങ്ങൾ പ്രത്യേകം എണ്ണിപ്പറഞ്ഞ നേതാവാണ്. ആ സ്വർഗം അവർക്ക് ലഭിക്കാൻ കാരണമോ മുത്തുനബിയോടുള്ള മഹബത്ത് മനസ്സിൽ ഏറ്റെടുത്തതാണ്. നിങ്ങളെന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു നബിയെ എന്ന് ചോദ്യമാണ്. എല്ലാത്തിനേക്കാളും ഹദീസിൽ കാണാം, എല്ലാത്തിനേക്കാളും തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങളെക്കാളേറെ സ്വന്തത്തെക്കാളേറെ എന്നെ മഹബത്ത് വെക്കുന്നുണ്ടോ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചപ്പോ തങ്ങൾ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു, ഇല്ല നബിയെ, ആദ്യം ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നെയാണ്, പിന്നെ തങ്ങളെയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറഞ്ഞത്, ഈമാൻ കമാലിയത്ത് എത്തിയിട്ടില്ല. ഇതങ്ങ് കേൾക്കേണ്ട താമസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കരഞ്ഞ മഹാനാണ്. തീരുമാനമെടുത്തു പറഞ്ഞു, നബിയേ, ഞാൻ എന്നെക്കാളേറെ ഇഷ്ടപ്പെടുന്നത് പ്രിയം വെക്കുന്നത് തങ്ങളെയാണ്. അതുകൊണ്ട് മരങ്ങളെ ഈമാനി കമാലിയത്ത് എത്തിപ്പോയി. ഒരർത്ഥത്തില് ഇന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ ഒരു പ്രത്യേകമാകുന്ന അവിടുത്തെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടു. ശനിയാഴ്ച നടക്കുന്ന മീലാദ് കോൺഫറൻസുമായി ഉസ്താദിന്റെ ക്ഷണിക്കലാണ്. അവിടെ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചത് അവിടുന്ന് പറയുന്നു, ഈ മീലാദ് ഷരീഫിന്റെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് ചെറുപ്പമാണെങ്കിൽ തെറ്റിദ്ധരിക്കാൻ ആളുകളുണ്ടാകും. എന്നാൽ അതിന് നിർബന്ധമല്ലേ എന്ന് കൂടെ ഉസ്താദ് പറയുന്നുണ്ട്. അഥവാ മുത്തുനബിയോടുള്ള മഹബത്തുള്ള മനുഷ്യൻ അവനവന്റെ ശരീരം മറന്നുകൊണ്ട് അവൻ ഇത്തരം സംഗതികളിൽ പങ്കെടുക്കുമല്ലോ. എവിടെയുണ്ടോ ഇനിയുള്ള ദിവസങ്ങളിൽ മുത്തുനബിയുടെ മഹബത്ത് പറയുന്ന ഇടങ്ങള്, എവിടെയുണ്ടോ അത്തരം നല്ല സദസ്സുകള്, എവിടെയുണ്ടോ അത്തരം നല്ല വിഷയങ്ങള്, അവിടേക്ക് എന്റെ സമയം ഞാൻ നോക്കൂല. ഞാൻ എന്നെ തന്നെ മറക്കുന്ന നേരമാണ്. കാരണം എന്നെക്കാൾ ഇഷ്ടപ്പെട്ട നേതാവ് പുറത്തുണ്ടാകുമ്പോ ആ നേതാവിനെ പറയുന്ന മധുഹിന്റെ സദസ്സുകളും ആ നേതാവിനെ പറയുന്ന ഇടങ്ങളും എനിക്കതിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പ്രത്യേകമായി എന്റെ മനസ്സിനെ ഞാൻ തള്ളേണ്ടതില്ല. ഞാൻ അങ്ങോട്ട് പോയി കൊടുക്കും. അതാത് മഹബത്തിലേക്കുക പറഞ്ഞാൽ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.